കർക്കിടകത്തിൽ അന്നം വേണ്ടാത്തവനെ ചികിത്സിച്ചിട്ട് കാര്യമില്ലാന്ന് അമ്മമ്മ എപ്പോഴും പറയൂട്ടോ. അതൊരു പഴഞ്ചൊല്ലും കൂടിയാണ്. അതായത് കർക്കിടക മാസത്തിൽ എല്ലാവർക്കും നല്ല വിശപ്പാവൂത്രേ. വിശപ്പില്ലാത്ത ആളാണെങ്കിൽ പണി പാളീന്നർത്ഥം. ഇത് കേട്ട് ആരും നെഞ്ഞത്ത് കൈവയ്ക്കണ്ട കേട്ടോ, അതിനൊക്കെയുള്ള വഴിയുണ്ട്. അതിനാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ഈ ഒരു ഉണ്ട എത്ര പേര് കണ്ടിട്ടുണ്ട്, എത്ര പേര് കഴിച്ചിട്ടുണ്ട്? ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. നമ്മുടെ ദഹന ശക്തിയൊക്കെ കൂട്ടിയിട്ട് ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മരുന്നുണ്ട കഴിക്കുന്നത്. അമ്മമ്മ എപ്പോഴും പറയും, പണ്ടത്തെ കാലത്തൊക്കെ പച്ചമരുന്നുകൾ അരച്ചിട്ടും അതുപോലെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ അരച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെയും ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചിരുന്നത്. ഇപ്പം ഈ സാധനങ്ങളൊക്കെ കിട്ടാനും അതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ വലിയ പാട് തന്നെയാണല്ലോ. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് അഭയ ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ആയുർവേദ വിധിപ്രകാരം തന്നെ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു മരുന്നുണ്ട ഉണ്ടാക്കിയിട്ടോ കഴിച്ചിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. എവിടെ നോക്കിയാലും രാമനാമ ജപങ്ങള്, രാമായണം വായനകള്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ശീഭൂതി വെക്കുക, ഈ ദശപുഷ്പം, ഇതൊക്കെ എന്ത് രസമാണല്ലേ, എന്ത് നല്ല നല്ല കാര്യങ്ങളാണ് ഈ കർക്കിടകത്തിൽ ചെയ്യുന്നത്. എന്നിട്ടും പേര് ബാക്കി എന്താ കള്ളക്കർക്കിടകം എന്ന്. അത് കേൾക്കുമ്പോഴാണ് കേട്ടോ ഒരു വിഷമം. കർക്കിടകം തുടങ്ങിയതിന് ശേഷം നമ്മളുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം മരുന്ന് കഞ്ഞിയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും അതുപോലെ തന്നെ അഭയയിൽ നിന്നും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചിലയിടത്ത് അത് കിട്ടുക മരുന്ന് മാത്രമായിട്ടായിരിക്കും, ചിലയിടത്ത് അത് ഫുൾ കിറ്റായിട്ട് കിട്ടും. അതായത് അതിൻ്റെ നവരാരിയും അങ്ങനെ എല്ലാം കൂട്ടിയിട്ടുള്ള കിറ്റായിട്ട് തന്നെയാണ് കിട്ടുക. അത് കണ്ടോ, ഇന്ദുപ്പ് ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കഞ്ഞി കഴിക്കുക. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ പേര് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടുപിടിച്ച് അരച്ചെടുത്ത് ദിവസേന കഴിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. ഈ കർക്കിടക കഞ്ഞിയുടെ കാര്യം പറയുന്ന സമയത്ത് എനിക്കൊരു വല്ലാത്ത നൊസ്റ്റാൾജിക് സ്മെല്ല് വരും പണ്ടത്തെ. അതെന്താണെന്നറിയോ? എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ മുമ്പത്തെ കാര്യം കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയൊക്കെ വീട്ടിൽ ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര ഒരു നല്ല സ്മെല്ലാണ് വരിക. അപ്പോൾ എനിക്കത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. അതുപോലത്തെ കൊതി വരുന്ന ഒരു സ്മെല്ലാവും. പക്ഷേ അപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ നമുക്ക് തരില്ല. ആഫ്റ്റർ ഡെലിവറി ആണ് കേട്ടോ ഞാനിത് കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ആ കൊതിപ്പിക്കുന്ന സ്മെല്ലിൻ്റെ അത്രയൊന്നും ഇല്ല അതെന്നുള്ളത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മ ഇത് വീട്ടിൽ ഓരോ ദിവസം ഓരോ പോലെയൊക്കെ ഉണ്ടാക്കും. നെയ്യിലിങ്ങനെ ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി ഇട്ടിട്ട് അങ്ങനെയാക്കും. ചില ദിവസം മരുന്ന് മാത്രം ഇട്ടിട്ട്, ചില ദിവസമാണെന്ന് വെച്ചെങ്കിൽ അതിൽ ചെറുപയറും ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ മൂടി കൂട്ടിയിട്ടാവും. ചില ദിവസങ്ങൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിനൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതെന്താ അറിയോ? ഇത് ഔഷധ മരുന്നാണ് കേട്ടോ. ഇവിടെ തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു ദിവസം കിട്ടുന്നതാണ്. ഇത് വെറും വയറ്റിൽ ദിവസേന രാവിലെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇത് അച്ഛൻ രാവിലെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കർക്കിടകത്തിലെ ആരോഗ്യം.